ജയറാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ വിനയം സ്റ്റാർ ജയറാം, വിനയകുമാരൻ. അപ്പം ജയറാമിൻ്റെ ഈ വിനയം, ഒരു നടനെന്ന നിലയ്ക്ക് ചിലപ്പോൾ എല്ലാവർക്കും ജയറാമിന് ഇഷ്ടമായിരിക്കാം, ജയറാമിൻ്റെ അഭിനയം ഇഷ്ടമായിരിക്കാം. പക്ഷേ ജയറാമിൻ്റെ ഈ ഓവർ വിനയം ഫേക്കാണ്. ഈ ഓവർ വിനയത്തെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ യോജിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും വീഡിയോ കാണുന്നവരെല്ലാം ഈ ജയറാമിൻ്റെ ഈ ഓവർ വിനയത്തെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. ഇപ്പം ജയറാം തന്നെ, പുള്ളിക്കാരൻ തന്നെ ജയറാമിൻ്റെ വിനയത്തിൻ്റെ കാരണം, രഹസ്യം എന്താണെന്ന് പുള്ളിക്കാരൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പം മാത്രമല്ല, ജയറാമിൻ്റെ വൈഫ് പാർവതി തന്നെ ജയറാം ഉടായിപ്പാണ്, ജയറാം ഭയങ്കര തള്ളാണെന്നൊക്കെ പാർവതി തന്നെ പറയുന്നൊരു വീഡിയോ ഇപ്പം കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാനിവിടെ വെച്ച് തരാം. എത്ര ആളുകൾ അത് കണ്ടെന്നറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ജയറാമുമായിട്ട് ബന്ധപ്പെട്ട് ഉഷ ഹസീന ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, ഉഷ ഹസീനയുടെ മകൻ അസീബ്, പുള്ളിക്കാരൻ ജയറാമിനെ വെച്ചിട്ട് ഒരു പടം ആദ്യം എടുത്തു, അത് 8 നിലയിൽ പൊട്ടി. രണ്ടാമത് മകനെ വെച്ചിട്ട് ഒരു പടം എടുത്തു, അതും 8 നിലയിൽ പൊട്ടി. കുത്തുവാളെടുത്ത് അവസാനം സ്ട്രോക്ക് വന്ന് വയ്യാതെ വീണ് കിടക്കേണ്ട ഒരവസ്ഥ വരെ ആ അസീബിന് സംഭവിച്ചു. എന്നിട്ട് പോലും ജയറാം തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് ഇവിടെ ഉഷ ഹസീന വന്ന് പറയുന്നത്. അപ്പം അതുവരെ ആലപ്പുഴ വഴി പോകുമ്പോൾ എല്ലാ ദിവസവും ഏതൊക്കെ ദിവസമാണോ പുള്ളിക്കാരൻ അതിലേ കൂടെ പോകുന്നത്, ആ സമയത്തെല്ലാം അവിടെ പോയി ചോറും മീൻ കറിയും മേടിച്ച് തിന്നിട്ട് കാല് പിടിച്ച് മകനെ അഭിനയിപ്പിച്ച് ഒരു സിനിമ എടുപ്പിച്ച് അവസാനം സിനിമയും പൊട്ടി പുള്ളിക്കാരൻ കൈയും തട്ടിപ്പോന്ന് പറയത്തില്ലേ, അതുപോലെ പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ആ സിനിമ എടുക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചാലും, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പരാജയം സംഭവിച്ചാലും ഞാൻ കൂടെ കാണുമെന്ന് പറഞ്ഞ ആള് പിന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അയാൾക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത്, ഒരു ആപത്ത് വന്ന സമയത്ത് ഞാൻ കൂടെ കാണുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ വർഷങ്ങൾക്ക് ശേഷം ജയറാമിൻ്റെ മകളുടെ കല്യാണ സമയത്ത് വിളിച്ചിട്ട് കല്യാണം വിളിക്കുക എന്നുള്ളൊരു പേര് വിളിച്ച് അടുത്ത പടം വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിരിക്കും. ചിലപ്പം ജയറാമിനോ വല്ല മകനോ അടുത്ത പടം വല്ലതും കിട്ടുമോ എന്ന് വല്ല വഴിയുണ്ടോ അതിനും കൂടെ ആയിരിക്കാം വിളിച്ചത്. വിളിക്കുന്ന സമയത്താണ് ജയറാം അറിയുന്നത് ഇയാൾക്ക് സ്ട്രോക്കാണെന്ന്, എന്ന് വെച്ചാൽ അസീബിന്. അപ്പോൾ ആ ഒരു ഓഡിയോ ഒക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അസീബിന് ജയറാം അയക്കുന്ന വോയിസ് മെസ്സേജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനൊരു വോയിസ് ഇവിടെ വെച്ച് തരാം. അതിനുശേഷം ജയറാമിൻ്റെ പ്രതികരണം ഞാൻ വെച്ച് തരാം. അതിനുശേഷം പാർവതി തന്നെ ജയറാമിൻ്റെ ഉടായിപ്പ് തള്ള് പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്തായാലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഒരു പക്ഷേ ഇത് പകുതി വരെ എല്ലാവരും കേട്ട് കാണും. ഇതിൻ്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ പകുതി, ഇത് ഫുൾ ഓഡിയോ ക്ലിപ്പുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ അസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. ഹസീബ്
പടച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. മോളോട് പറയണം, മോൾക്ക് എല്ലാ ആശംസകളും പറയണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം പോകുന്നുണ്ടാവും. അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയ്ക്ക് പോകുന്നത് അറിയില്ല. എന്തായാലും മോളുടെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. എന്താ അല്ലേ, ഇതിൽ കൂടുതൽ അങ്ങാർക്ക് എന്ത് സംഭവിക്കാനാണ്? എന്നിട്ടും പറയുവാണ് പടച്ചവൻ കൂടെയുണ്ട്, ഈ സ്ട്രോക്ക് സംഭവിച്ചത് നല്ലതെന്നാണെന്നാണ് ഇവിടെ ജയറാം പറയുന്നത്. സ്ട്രോക്ക് സംഭവിച്ചത് നല്ലത് വരാനാണ്, നല്ലതിന് വേണ്ടിയിട്ടാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും കണ്ണനോട് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പടം പിടിച്ച വ്യക്തിയുടെ അവസ്ഥ കണ്ട് ആ കണ്ണനോട് പറയുന്ന സമയം കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ഫോൺ എടുത്ത് പുള്ളിയുടെ നമ്പരൊന്ന് കുത്തിയിട്ട് പുള്ളി ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? ഒന്നുമില്ലേലും നിങ്ങളെ മകനിക്ക് വേണ്ടിയിട്ട്, പുള്ളിയുടെ മകനിക്ക് വേണ്ടിയിട്ട് ഒരു പടം പിടിക്കാൻ തയ്യാറാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് കാളിദാസൻ്റെ അഭിനയം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അഭിനയത്തിൻ്റെ ABCD പോലും കാളിദാസൻ അറിയുമെന്നൊരു സംശയമാണ്. അപ്പോൾ അങ്ങനൊരു വ്യക്തിയെ വെച്ച് ഒരു പടം പിടിച്ച് 8 നിലയിൽ പൊട്ടി അവസാനം കുത്തുവാളെടുത്ത് കടക്കണി കാരണം BP കൂടി, പ്രഷർ കൂടി, സ്ട്രോക്ക് വരെ വന്നൊരവസ്ഥയിൽ നിൽക്കേണ്ട വന്നൊരു വ്യക്തിയെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കുക. നിങ്ങൾ പണം കൊടുക്കണ്ടാവും, ഒന്ന് വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാതെ പോയി കാണാറുണ്ട്. അതിനുശേഷം അങ്ങോട്ട് പോയില്ലെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പബ്ലിക്കിൽ എല്ലാവരും അറിഞ്ഞു. ഇനി അറിഞ്ഞതിന് ശേഷം നിങ്ങളത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോയെന്ന് പബ്ലിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ പബ്ലിക്കിൽ വന്ന ഈ ഒരു സാധനം ആളുകൾ എടുത്ത് വെച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ പോയി കണ്ടേന്ന് അതായിരിക്കും ഇനി പുറത്തോട്ട് വരുന്ന ഔട്ട്. നിങ്ങളിനി എത്ര കൊടുത്താലും പുറത്തോട്ട് വരുന്ന ഔട്ട് അങ്ങനെ ആയിരിക്കും. നന്മമരം കളിക്കാനെന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും ഇനി വരുന്നത്. എന്തായാലും അത് കാണിച്ച് ശരിയായില്ല. പുള്ളിക്ക് എന്തെങ്കിലും നിങ്ങളെ മകനെ വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് പടം നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങളെ മകന് കിട്ടേണ്ട ഒരു എമൗണ്ട് കൊടുത്ത് കാണുമല്ലോ, ഉറപ്പായിട്ടും കൊടുത്ത് കാണും. നിങ്ങളെ വെച്ചും സിനിമ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും പുള്ളി കറക്റ്റായിട്ടുള്ളൊരു പ്രതിഫലം തന്നു കാണും. അതിൻ്റെ ഒരു 1% പുള്ളിയുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് സഹായിക്കാമായിരുന്നു. അതുപോലും ചെയ്തില്ല. ഇനി ഞാൻ ഇവിടെ വിനയത്തെ പറ്റിയിട്ട് ജയറാമിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അവതാരിക ചോദിക്കുന്നുണ്ട് വിനയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ രഹസ്യം, വിനയം ഇത് ജന്മനാ ഉള്ളയാണോ? ഇതിൽ സത്യം പറഞ്ഞാൽ ജയറാമിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ടാണ്. പുള്ളിക്കാരൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരു നടൻ മരിച്ചാൽ പോലും പുള്ളി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവസാനം ശ്രീനിവാസൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് ഒരുപാട് ട്രോളുകൾ കിട്ടി. എയറിൽ കയറിപ്പോയതിന് ശേഷമാണ് സലീം കുമാറിനെ കാണാൻ വന്നത്, അല്ലേ? അപ്പം ചില സമയത്ത് ഈ പുള്ളിയുടെ ആ സലീം കുമാറിനെ കാണാൻ വന്ന സമയത്തും മീഡിയാസിനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പോയൊരു മരണാന്തര ചടങ്ങിൽ ഭാഗ്യരാജൻ്റെ മരണത്തിന് വന്നിട്ട് ഓവർ വിനയം കാണിക്കുന്ന. അപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഇത്രയും വിനയം കാണിക്കുന്നത്? ഇത് കാണിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുന്നവർക്ക് തന്നെ ഉണ്ടല്ലോ ഒരു ചൊറിഞ്ഞ് കയറി, ഇയാൾ എന്താണ് കാണിക്കുന്നത്, ഇയാൾക്ക് എന്തിന് ഇത്രയും വിനയം കാണിക്കേണ്ട കാര്യം എന്താണ് എന്ന് തോന്നിപ്പോകുന്നൊരു ഒരു അവസ്ഥയാണ് നമുക്ക് അത് കാണുമ്പോൾ തോന്നുന്നത്, അല്ലേ? വിനയമാവും, പക്ഷേ ഇതുപോലൊരു വിനയമാവത്തില്ല, വിനയം ആവരുത്. കാരണം ഓവറായിട്ട് വിനയം കാണിക്കുന്നവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു പക്ക ഉടായ്പാണെന്നാണ് പറയുന്നത്. ഞാനിവിടെ ഇനി ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം വെച്ച് തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ആരുമായിട്ടും വഴക്കിനും പോകുന്നില്ല, ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വിനയം കാണിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ട്രോളും കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെ സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, അതെ, മറ്റേ സിനിമയിൽ വന്ന ജാടയാണ്, അതാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. ഇതിന് ഞാൻ ആദ്യമായിട്ട് വേറെ ആരും ഇങ്ങനെ ഒരു കാര്യത്തിൽ ട്രോൾ ഉണ്ടാവില്ല. എൻ്റെ ഒരു സ്ഥായിയായി എനിക്കത് മാറ്റാൻ പറ്റില്ല. എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ ഞാൻ എത്ര ഇപ്പോൾ മാമുമായിട്ട് സംസാരിക്കുമ്പോഴോ ഞാൻ എങ്ങനെ ബലം പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി.
അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. അത് അതെങ്ങനെയാ ശീലം കിട്ടിയത്? ചെറുപ്പത്തിലേ ഉള്ള ഒരു ഇല്ല ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് സംസാരിക്കാറ്. അത് ചിലപ്പോൾ ചിലവർക്ക് നല്ലതായോ ചീത്തയോ തോന്നിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് എനിക്ക് ഗൗരവമായിട്ടിരുന്ന് സംസാരിക്കാനേ എനിക്കും അറിയില്ല. ട്രോളുകൾ അവർക്ക് ട്രോളാനുള്ള ഒരു സാഹചര്യം മാക്സിമം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് തൊഴിലിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ട്രോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നു, അതുകൊണ്ട് ഞാൻ നാളെ അഭിനയമൊക്കെ നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും പോവാന്ന് അങ്ങനെയും വെക്കാൻ പറ്റില്ല. കാരണം ഇത് ജീവിത തൊഴിലായി കഴിഞ്ഞ 30-38 വർഷമായിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പാർട്ട്, അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുക. അതല്ലേ എൻ്റെ ഇത്. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഇതിൽ എനിക്ക് പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്. അത് കറക്റ്റാണ്. ആൾക്കാർ അവരെയും കുറ്റം പറയരുതല്ല. അവർ പറഞ്ഞതിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സിന് പറഞ്ഞത്, പക്ഷേ അത് 10-20 വർഷം മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞാൽ എനിക്കേ ഓർമ്മയില്ല അത് എന്തിനാ പോയതെന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അത് ഇതാണോ അല്ല മെഡ്രാസിലേക്ക് പോയതാണോ എന്താണെന്ന് പിന്നെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ തന്നെ വർക്ക് ചെയ്തവരോട് ചോദിച്ചു, അവിടെ ആർക്കും ഓർമ്മയില്ല അത്. അതുകൊണ്ടാണ് അവിടെ ഞാനൊരു 5-6 ദിവസം നിന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് 10-20 വർഷത്തെ കാര്യമല്ലേ. അതെ ഇല്ലാന്ന്. അതെ പ്രായാധിക്യം കൊണ്ടാവാം മറവികൾ വരുന്നത്. അത് മനഃപൂർവ്വമല്ല. പിന്നെ എന്തോ ചോദിച്ചിട്ട് കുംഭകോണം ആണോ പെരുമ്പാവൂരാണോ ആ രീതിയിലൊരു അല്ല. എൻ്റെ അമ്മ എന്താല്ലേ ജയറാം തന്നെ പറയുന്നുണ്ട്, ഇത് തൊഴിലിൻ്റെ ഒരു ഭാഗമാണ് ഈ വിനയം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം അത് ഒറിജിനൽ വിനയമല്ലെന്ന് പുള്ളി തന്നെ പറയാതെ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് തള്ളൊക്കെ വന്നിരുന്ന ഇൻ്റർവ്യൂവിനകത്ത് വന്നിരുന്ന കുറച്ച് തള്ളുന്ന കണ്ട അതൊക്കെ ട്രോളായി പുള്ളിയെ എയറിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തള്ള് സത്യം പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയതല്ല, ഇത് പണ്ടേ തുടങ്ങിയ തള്ളാണ്. അപ്പോൾ അതാണ് ഇപ്പം പാർവതിയുടെ, ഇത് കയ്യോടെ പാർവതി ജയറാമിൻ്റെ തള്ള് കയ്യോടെ പൊളിച്ചെടുക്കുന്നൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പം അന്നേ പുള്ളി ഈ തള്ള്, ഈ കള്ളം പറയുന്നൊരിതുണ്ടല്ലോ, ഉടായ്പ് തള്ള് പറയുന്നത്, ആ ഒരു രീതി പണ്ടേ ഉണ്ട്. അപ്പോൾ അതാണ് മൊത്തത്തിൽ എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കഴിച്ച് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ജയറാം ഒരു എവിടേക്കോ ഒരു വിനയം സ്റ്റാർ കളി ഈ പറഞ്ഞതുപോലെ ഒരു പിടിച്ചു നിൽക്കാനെ കൊണ്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്, ഉടായ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പാർവതി ജയറാമിൻ്റെ തള്ള് കയ്യോടെ പൊക്കുന്ന ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. ഇതിപ്പം കിടന്നിങ്ങനെ ഓടുവാണ്, പഴയൊരു വീഡിയോ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പം എന്തായാലും പാർവതി തന്നെ ആ സ്റ്റേജിൽ തിരുത്തുന്നുണ്ട്, ജയറാം ഈ പറഞ്ഞത് തള്ളാണെന്ന്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു പിഷാരടി കുട്ടി. ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അബദ്ധത്തിന് ഈ കഥ ഞാൻ പറയുകയും ഈ 25 വർഷങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഷാരടിയുടെ പുറകെ നടന്നല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതാണ് അന്ന് എനിക്ക് പറ്റിയ അബദ്ധം. ഈ ഷാരടിയുടെ കഥ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കണ്ണൻ എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഇത് സത്യമാണോ അമ്മന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. ഇപ്പൊ എന്തായാലും നല്ലൊരു കഥ നിങ്ങൾ കേട്ടു, എൻജോയ്. കണ്ടില്ലേ, ജയറാമിൻ്റെ തള്ള് കയ്യോടെ പൊളിച്ചടുക്കി കൊടുക്കുന്ന പാർവതിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ഇപ്പം സംസാരിച്ച ജയറാമിൻ്റെ ആ ഒരു ടോണും ആ ഒരു സംസാരത്തിൻ്റെ ശൈലിയും വെച്ചിട്ട് ഇപ്പോഴുള്ള ജയറാമിൻ്റെ, വിനയം സ്റ്റാർ ജയറാമിൻ്റെ ആ ഒരു രീതി കമ്പയർ നോക്കി. ജയറാമിൻ്റെ ആ ഒരു മാറ്റം, പണ്ട് ജയറാം ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം വിനയം കൂടി അത് ഓവറായോ എന്നൊരു സംശയമാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് മലയാളത്തിൽ സിനിമകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഇനി ഈ വിനയം കാണിച്ച് തമിഴ് സിനിമകളിൽ പിടിച്ചിരിക്കാനുള്ള പരിപാടിയാണെന്ന് ഇപ്പോൾ തമിഴ് സിനിമകളിലെ കണ്ടൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം വർഷത്തിലൊക്കെ നൂറ്റാണ്ടിൽ ഒരു കൂടെ കിട്ടുന്നുള്ളൂ. മലയാളത്തിൽ എനിക്കൊന്നും കിട്ടുന്നില്ല പുള്ളിക്ക്. ഇനി ഞാനിവിടെ രാജസേനൊരു ഇൻ്റർവ്യൂ വെച്ച് തരാം. പുള്ളിയെ മലയാളികൾക്ക് ഒരു നടനാക്കിയൊരു ആൾ രാജസേന തന്നെയാണ്. ഒരുപക്ഷെ രാജസേന ഇല്ലായിരുന്നെങ്കിൽ ജയറാം ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സ്റ്റാർ പദവിയിൽ എത്തത്തില്ലായിരുന്നു.
ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക രാജസേനൻ ജയറാമിനെ പറ്റി പറയുന്നത്. ഒരു കച്ചവടം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ മാറി മമ്മൂട്ടി മോഹൻലാൽ സൈഡിൽ 1-2 സിനിമ ചെയ്തിട്ട് വീണ്ടും ജയറാമിലേക്ക് വന്നിരുന്നെങ്കിലും കറക്റ്റായിരുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് ദോഷമുണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു മമ്മൂട്ടി സിനിമ, ഒരു മോഹൻലാൽ സിനിമ എന്നൊക്കെ പറയുന്നത്. അത് സാധിച്ചില്ല. ജയറാമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തത് കൊണ്ട് കിട്ടിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു സ്ഥാനം സിനിമയിൽ ലഭിച്ചു. കാരണം വലിയ താരമൂല്യം ഇല്ലാത്ത ഒരു താരത്തെ താരമാക്കി മാറ്റിയ സിനിമകളാണ് ഇതൊക്കെ. എൻ്റെ കയ്യിലേക്ക് ജയറാം വരുമ്പോൾ, കടിഞ്ഞൂൽ കല്യാണത്തിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യമാണ്. ഞാനും ഒരു 0, ജയറാമും ഒരു 0. ആ 2 പൂജ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ജയറാമിന് ഗുണമുണ്ടായി. ജയറാം ഒരു നടൻ എന്നുള്ള രീതിയിൽ ആളുകൾക്ക് അറിയാൻ സാധിച്ചു. ഒരു പക്ഷേ രാജസേനൻ ഇല്ലായിരുന്നെങ്കിൽ, രാജസേനൻ്റെ ഒരു ആയുധ പടത്തിലൂടെ തന്നെ ജയറാം ഒതുങ്ങേണ്ടി വന്നായിരുന്നെങ്കിൽ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളായിരുന്നു. ഒരു സഹനടനായിട്ട് മാറി മാറി അവസാനം സ്ക്രീനിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എത്ര ആളുകൾ ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ സൈഡായി പോയിട്ടുള്ളത്. അപ്പോൾ രാജസേനൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് അതിനകത്ത്. ജയറാം ഇപ്പോഴത്തെ ഒരു ജയറാം ആയിരിക്കണമെങ്കിൽ, അപ്പോൾ പുള്ളിയെ പോലും പുള്ളിയുടെ മകളുടെ കല്യാണത്തിന് വിളിച്ചില്ലെന്നൊക്കെയാണ് രാജസേനൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. രാജസേനൻ കല്യാണത്തിന് ജയറാമിനെ വിളിച്ചു, രാജസേനൻ്റെ മകളുടെ കല്യാണത്തിന്. പക്ഷേ ജയറാം മനഃപൂർവ്വം ഒഴിവാക്കി, പുള്ളിയെ വിളിച്ചില്ലെന്നൊക്കെ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ജയറാമിൻ്റെ ഉടായ്പകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ ഏറിൽ നിന്ന് ഏറിലോട്ട് കയറിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.